കളിയിൽ സമ്പൂർണ്ണാധിപത്യം നേടി സ്പെയിൻ വീണ്ടും ലോക ചാമ്പ്യന്മാരായിരിക്കുന്നു. ലാമിൻ യമാലും ലയണൽ മെസ്സിയും നേർക്കുനേർ വന്ന പോരാട്ടത്തിൽ ലാമിൻ യമാലിൻ്റെ സ്പെയിൻ വിജയിക്കുകയാണുണ്ടായത്. 2010 ആൻഡ്രേ ഇനിയസ്റ്റയുടെ 116 മിനിറ്റിലെ ഗോളിന് ശേഷം സ്പെയിൻ ആദ്യമായി വേൾഡ് കപ്പിൽ കിരീടമുയർത്തി. വീണ്ടും ഇതാ 16 വർഷങ്ങൾക്കിപ്പുറം 2026 106 മിനിറ്റിലെ ഗോളിലൂടെ അതും മുൻ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയെ കീഴ്പ്പെടുത്തി സ്പെയിൻ വീണ്ടും കിരീടം ചൂടിയിരിക്കുകയാണ്. സമ്പൂർണ്ണാധിപത്യമായിരുന്നു കളിയിൽ സ്പെയിനിൻ്റേതെന്ന് നമുക്ക് എടുത്ത് പറയേണ്ടതുണ്ട്. 90 മിനിറ്റിൽ ഒരു ഷോട്ട് പോലും മുൻ ലോക ചാമ്പ്യന്മാരും അതുപോലെ തന്നെ ലോക ഫുട്ബോളിലെ മജീഷ്യനുമായ ലയണൽ മെസ്സിയുള്ള അർജന്റീനയ്ക്ക് തൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കളിയിലുടനീളം ആധിപത്യം സ്പെയിനിൻ്റെ കയ്യിലായിരുന്നു. ആദ്യ 90 മിനിറ്റിൽ തന്നെ സ്പെയിൻ ഒരുപാട് ഷോട്ടുകൾ അർജന്റീനയുടെ വലയിലേക്ക് ഉതിർത്തെങ്കിലും ഗോൾ കീപ്പറായ മാർട്ടിനസ് ആയിരുന്നു അർജന്റീനയെ രക്ഷിച്ചത്. എന്നാൽ എക്സ്ട്രാ ടൈമിൽ സ്പെയിൻ കളിയുടെ ആധിപത്യം തുടരുകയും നിരന്തരമായ അറ്റാക്കിംഗ് നടത്തുകയും ചെയ്തു. എന്നാൽ എക്സ്ട്രാ ടൈമിലെ സെക്കൻഡ് ഹാഫിൽ കളി തുടങ്ങി 1-ാമത്തെ മിനിറ്റിൽ, അതായത് 105-ാം മിനിറ്റിൽ ലാമിൻ യമാൽ ഒരു ക്രോസ് നൽകുകയും നീക്കോ വില്യംസ് ഒരു ബാക്ക് ഹെഡ് നൽകി ഫെറാൻ ടോറസിൻ്റെ കാലിലേക്ക് ബോൾ നൽകുകയും മനോഹരമായ ഒരു ഷൂട്ടോടെ ഈ വേൾഡ് കപ്പിലെ വിധി എഴുതുകയുണ്ടായി. വാട്ട് എ മാച്ച് ബൈ സ്പെയിൻ. മുഴുവൻ യങ്സ്റ്റേഴ്സായിട്ടുള്ള സ്പെയിൻ വേൾഡ് കപ്പിൽ വരികയും എക്സ്പീരിയൻസും അതുപോലെ ലോക ഫുട്ബോളിലെ എക്കാലത്തെയും മികച്ച കളിക്കാരിലൊരാളായ അർജന്റീനയുടെ ലയണൽ മെസ്സിക്ക് മുമ്പിൽ വിജയിക്കുകയും ചെയ്തു. ഈ ചരിത്രത്തിൽ ഉറപ്പായാലും സ്പെയിനും അർജന്റീനയും തമ്മിലുള്ള കളികൾ രേഖപ്പെടുത്തുക തന്നെ ചെയ്യും. അതും അർജന്റീനയുടെ വളരെ മോശമായ കളിയും സ്പെയിനിൻ്റെ വളരെ മികവുറ്റ കളിയും എന്ന രീതിയിലായിരിക്കും. കാരണം ഒരു ഷോട്ട് പോലും അർജന്റീനൻ ടീമിന് 90 മിനിറ്റ് വരെ സ്പെയിൻ വലയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. മറുസൈഡിൽ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ സേവ് നടത്തിയ, ഫൈനലിൽ ഏറ്റവും കൂടുതൽ സേവ് നടത്തിയ താരമായി മാർട്ടിനസ് മാറുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ഈ വേൾഡ് കപ്പിലുടനീളം സ്പെയിൻ മികച്ചു നിന്നു. ഗോൾഡൻ ഗ്ലവ് സ്പെയിനിൻ്റെ ഗോൾ കീപ്പറും അതുപോലെ തന്നെ ഗോൾഡൻ ബോൾ റോഡ്രിയും അതുപോലെ ബെസ്റ്റ് യങ് പ്ലെയറായി കുബാരസിയും തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതാണ്. മറുവശത്ത് ഗോൾഡൻ ബൂട്ട് നേടിയത് എക്കാലത്തെയും മികച്ച പ്ലെയറുകളിൽ ഒരാളായ കിലിയൻ എംബാപ്പയാണ്. ഇതോടെ വേൾഡ് കപ്പിന് സമാപനം കുറിച്ചിരിക്കുന്നു.